प्यारे दोस्तों, हिंदी महफिल യൂട്യൂബ് ചാനൽ पर सबका स्वागत है. ഹിന്ദി പഠിച്ച എല്ലാ കൂട്ടുകാർക്കും സന്തോഷകരമായ വാർത്തയായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇതിൽ കുറേ ആൾക്കാരൊക്കെ ഈ വാർത്ത കേട്ട് കാണും, കുറേ ആൾക്കാർ ഇനിയും കേൾക്കാനുണ്ടാവും, കുറേ ആൾക്കാർക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാവും. അത്തരത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ. ഓക്കെ, അപ്പോൾ നമ്മൾ കുറേ കാലങ്ങളായിട്ട് കാത്തിരുന്ന ഫുൾ ടൈം പാർട്ട് ടൈം JLT ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ വിവിധ ജില്ലകളിലേക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ ടോപ്പിക്ക്. ഇതിൻ്റെ ഗസറ്റ് ഡേറ്റ് വന്നിട്ട് 15/5/2024 ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 19/6/2024. അപ്പോൾ 19/6/2024 രാത്രി 12 മണി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. കാറ്റഗറി നമ്പർ 076/2024 ആണ്. നമ്മൾ ആദ്യം നോക്കുന്നത് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദിയാണ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ജില്ലകളിലാണ് വിളിച്ചിട്ടുള്ളത്, അതിൻ്റെ സ്കെയിൽ ഓഫ് പേ എത്രയാണ്, എത്ര വേക്കൻസി വീതമാണ് എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നെയിം ഓഫ് പോസ്റ്റ് എന്ന് പറയുന്നത് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ. ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 35,600 മുതൽ 75,400 വരെയാണ്. ഇനി ഡിസ്ട്രിക്റ്റ് വൈസ് ആയിട്ട് നമ്പർ ഓഫ് വേക്കൻസീസ് കൊടുത്തിട്ടുണ്ട്, അത് നോക്കാം. തിരുവനന്തപുരത്തേക്ക് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് പറഞ്ഞിട്ടുള്ളത്. കൊല്ലത്ത് 2 വേക്കൻസി, പത്തനംതിട്ട ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ്, ആലപ്പുഴ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണുള്ളത്. ഇനി കോട്ടയം 1 വേക്കൻസി ഉണ്ട്, ഇടുക്കിയിലും 1 വേക്കൻസി ഉണ്ട്, എറണാകുളത്ത് 2 വേക്കൻസിയാണുള്ളത്. അതേപോലെ കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ഈ 3 ജില്ലകളിലേക്കും ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണുള്ളത്. കണ്ണൂർ 4 വേക്കൻസി ഉണ്ട്. കഴിഞ്ഞ ദിവസം ആരോ ചോദിച്ചിരുന്നു JLT കണ്ണൂർ വിളിക്കാറായോ, നോട്ടിഫിക്കേഷൻ വരാറായോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർക്ക്, അവർക്ക് മാത്രമല്ല എല്ലാവർക്കും വളരെ സന്തോഷകരമായ വാർത്ത തന്നെയാണ്. കണ്ണൂർ 4 ഒഴിവുകളാണുള്ളത്, വയനാട് 1 കാസർഗോഡ് 7 ആണുള്ളത്. അപ്പോൾ വേക്കൻസി കുറവാണ് എന്നൊക്കെ വിചാരിച്ച് പഠിക്കാണ്ടൊന്നും ഇരിക്കണ്ട. നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം മാത്രമേ ഞങ്ങൾ പഠിക്കൂ എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഇനി മുതൽ ധൈര്യമായിട്ട് തന്നെ പഠിച്ചു തുടങ്ങാം. നമുക്കിതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ്, അല്ലെങ്കിൽ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണെന്ന് നോക്കാം. അതിലെന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ളതും കൂടെ നോക്കാം. ഓക്കെ, നോക്കിക്കോളൂ. ക്വാളിഫിക്കേഷൻസ് ഇവർ പറയുന്നത്, ഒന്നാമത്തത് a degree in conferred or recognized by the universities in Kerala, or a title of Oriental Learning in Hindi awarded or recognized by the universities in Kerala. അപ്പോൾ കേരളത്തിലെ ഏതെങ്കിലും ഒരു സർവകലാശാലയിൽ നിന്ന് ഹിന്ദിയിൽ നിങ്ങൾക്കൊരു ഡിഗ്രി വേണം. അതേപോലെ രണ്ടാമത്, ഒന്നുകിൽ അതാണ് വേണ്ടത്, അല്ലെങ്കിൽ പ്രവീൺ, നിങ്ങൾക്കറിയായിരിക്കും അല്ലേ, ദക്ഷിൺ ഭാരത് ഹിന്ദി പ്രചാർ സഭ മദ്രാസ് അംഗീകരിച്ചിട്ടുള്ള പ്രവീൺ പാസ്സായാൽ നിങ്ങൾക്ക് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒന്നാമത്തെ ക്വാളിഫിക്കേഷനായിട്ട് വേണ്ടത് അതാണ്. ഓക്കെ, ഒന്നുകിലൊരു ഡിഗ്രി അല്ലെങ്കിൽ പ്രവീൺ. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ SSLC എക്സാമിനേഷൻ, കേരള ഗവൺമെൻറ് നടത്തുന്ന SSLC എക്സാമിനേഷൻ പാസ്സാവണം, അല്ലെങ്കിൽ SSLCയോ അതിന് തത്തുല്യമോ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവണം. സോ പ്രവീൺ ഓഫ് ദ ദക്ഷിണ ഭാരത് ഹിന്ദി പ്രചാർ സഭ മദ്രാസ് വിത്ത് എ പാസ് ഇൻ SSLC എക്സാമിനേഷൻ conducted by the Commissioner for Government Examinations, Kerala or its equivalent. ഇനി നിങ്ങൾക്ക് പ്രവീൺ അല്ല ഉള്ളതെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് സാഹിത്യാചാര്യ, പ്രചാർ സഭയുടെ തന്നെ സാഹിത്യാചാര്യ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പക്ഷെ അതിനും SSLC നിങ്ങൾക്ക് നിർബന്ധമായിട്ടുണ്ടാവണം. കേരള ഗവൺമെൻറ് നടത്തിയിട്ടുള്ള SSLC എക്സാമിനേഷൻ അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പാസ്സായിട്ടുണ്ടാവണം. നെക്സ്റ്റ് വന്നിട്ട് രാഷ്ട്രഭാഷ വിശാരദ്, അതും പ്രചാർ സഭ നടത്തുന്ന ഒരു എക്സാമാണ്. അപ്പോൾ പ്രവീൺ, സാഹിത്യാചാര്യ, വിശാരദ് അത് ഉണ്ടാവണം SSLCയോടൊപ്പം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പാസ് ഇൻ ഹിന്ദി ഭൂഷൺ, ഓക്കെ, ഭൂഷണും കേരള ഹിന്ദി പ്രചാർ സഭ നടത്തുന്ന ഒരു എക്സാമാണ്. അപ്പോൾ ആ എക്സാം നിങ്ങൾ പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ 4 നിങ്ങളുടെ ഒന്നാമത്തെ ക്വാളിഫിക്കേഷനായിട്ട് വേണ്ടത്. ഡിഗ്രി അല്ലെങ്കിൽ പ്രവീൺ, അല്ലെങ്കിൽ സാഹിത്യാചാര്യ, അല്ലെങ്കിൽ വിശാരദ്, അല്ലെങ്കിൽ ഭൂഷൺ. ഇതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ഉണ്ടാവണം SSLCയോട് കൂടെ.
ഇനി ഇവർ രണ്ടാമത് പറയുന്ന ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മസ്റ്റ് ഹാവ് പാസ്ഡ് ദ കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് ഫോർ ദിസ് പോസ്റ്റ് കണ്ടക്റ്റഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് കേരള. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടിട്ട് കാറ്റഗറി 4 അതും നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ഇനി നിങ്ങൾക്ക് കേട്ടിട്ട് കാറ്റഗറി 4 ഇല്ലെങ്കിൽ കുറച്ച് എക്സംഷൻസ് പറയുന്നുണ്ട്. ആ എക്സംഷൻസ് എന്താണെന്നും കൂടി പറഞ്ഞുതരാം. അതിൽ പറയുന്നത് CTET, നെറ്റ്, സെറ്റ്, MPhil, PhD ഓർ MEd ഇത്രയും കാര്യങ്ങളിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. പക്ഷെ ഒരു കാര്യം പറയുന്നത് CTET നിങ്ങൾക്ക് 2 എണ്ണം ഉണ്ട് അല്ലേ, പ്രൈമറി സ്റ്റേജ് എലിമെൻ്ററി സ്റ്റേജും ഉണ്ട്. പക്ഷേ ആ 2 എണ്ണം എന്ന് പറയുന്നത് കേട്ടിട്ട് കാറ്റഗറി 1-നും 2-നും ഉള്ളതാണ്. അപ്പോൾ കേട്ടിട്ട് കാറ്റഗറി 4-ന് നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ CTET ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് JLT അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ബാക്കിയുള്ള ക്വാളിഫിക്കേഷൻസ് ആയിട്ടുള്ള നെറ്റ്, സെറ്റ്, MPhil, PhD, MEd ഇത്രയും ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേട്ടിട്ട് കാറ്റഗറി 3 ഇത് നിങ്ങൾ പാസ്സായിട്ടുണ്ടെങ്കിൽ, കേട്ടിട്ട് കാറ്റഗറി 3 പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് JLTക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ക്വാളിഫിക്കേഷൻ. കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഈ ഫുൾ ടൈം JLTക്കും പാർട്ട് ടൈം JLTക്കൊക്കെ B.Ed, DLED ഒക്കെ വേണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വേറെ കാറ്റഗറിക്ക് മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത്രയാണ് ഫുൾ ടൈം JLTൻ്റെ കാര്യം. ഇനി നമുക്ക് പാർട്ട് ടൈം JLT എവിടെയൊക്കെയാണ് വിളിച്ചിട്ടുള്ളത്, എത്ര വേക്കൻസീസ് വീതം ഉണ്ട് എന്നുള്ളതും കൂടെ നോക്കാം. ഇതിൻ്റെയും ഗസറ്റ് ഡേറ്റ് വന്നിട്ടുള്ളത് 15/5/2024 ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 19/6/2024 കാറ്റഗറി നമ്പർ 082/2024 സൈറ്റിലൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾ പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ഇത് പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചറാണ്. ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 25,100 മുതൽ 57,900 വരെയാണ്. ഇനി ഡിസ്ട്രിക്റ്റ് വൈസ് നമ്പർ ഓഫ് വേക്കൻസീസും കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. കൊല്ലത്തിൽ 2 വേക്കൻസി ഉണ്ട്, പത്തനംതിട്ട 1 വേക്കൻസി, ആലപ്പുഴ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ്, ഇടുക്കിയിൽ 4 എണ്ണം ഉണ്ട്, വയനാട് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ്, തൃശ്ശൂർ 1 വേക്കൻസി, കോഴിക്കോട് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ്, അതേപോലെ പാലക്കാട്, മലപ്പുറം, കണ്ണൂർ അവിടെയും ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് പറയുന്നത്. കാസർഗോഡ് പാർട്ട് ടൈം JLTക്ക് 2 വേക്കൻസിയാണ് ഉള്ളത്. അപ്പോൾ എല്ലാവരും പഠിച്ചു തുടങ്ങിക്കോളുക. വേക്കൻസീസ് കുറവാണോ എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വാർത്ത. ഇപ്പോൾ എല്ലാ ആൾക്കാരും തന്നെ കുറേ വൈകാണ്ട് തന്നെ അപ്ലൈ ചെയ്തോളൂ, എന്നിട്ട് പഠിച്ചു തുടങ്ങിക്കോളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.